ഇറാൻ യുദ്ധം ഇപ്പോൾ നടക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് പ്രസിഡന്റ് ട്രംപ് കോൺഗ്രസിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഈ ഏപ്രിൽ 7 ശേഷം ഒരു വെടിവയ്പും ഉണ്ടായിട്ടില്ല, ആക്രമണങ്ങളോ പ്രത്യാക്രമണങ്ങളോ ഉണ്ടായിട്ടില്ല. നേവൽ ബ്ലോക്കേഡ് തുടരുന്നു എന്ന് മാത്രം. ഇറാനിലെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകൾ തടയുന്നു, അവിടുന്ന് എണ്ണയും മറ്റുമായിട്ട് പോകുന്ന കപ്പലുകൾ തടയുന്നു. ആ ഒരു പരിപാടി മാത്രമാണ് നടക്കുന്നത്. അത് യുദ്ധമല്ല എന്നാണ് പ്രസിഡന്റ് അവകാശപ്പെടുന്നത്. എങ്ങനെയായിരുന്നാലും ഈ നിലവിലുള്ള നിയമം അനുസരിച്ച് 60 ദിവസത്തേക്കാണ് പ്രസിഡന്റിന് ഒരു യുദ്ധം നടത്താനായിട്ടുള്ള അവകാശം. 60 ദിവസം കഴിഞ്ഞ് തുടരണമെങ്കിൽ കോൺഗ്രസിൻ്റെ അനുമതി വേണം. അപ്പം ഈ ഫെബ്രുവരി 28-നാണ് ഇറാൻ യുദ്ധം ആരംഭിക്കുന്നത്. അത് അങ്ങനെ ഒരു യുദ്ധം ആരംഭിച്ചു എന്ന് പറഞ്ഞ് മാർച്ച് 2-ന് കോൺഗ്രസിനൊരു റിപ്പോർട്ട് നൽകുകയുണ്ടായി. അപ്പോൾ അതനുസരിച്ച് മെയ് 1-ന് ഇന്നലെ ഈ കോൺഗ്രസിൻ്റെ അധികാരം തേടേണ്ടതാണ്. 60 ദിവസം പൂർത്തിയായി. ആ 60 ദിവസം പൂർത്തിയാകുന്ന മുറയ്ക്ക് കോൺഗ്രസിൻ്റെ അംഗീകാരത്തോടുകൂടി മാത്രമേ യുദ്ധം തുടരാനാവൂ. പിന്നെ അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു 30 ദിവസത്തേക്കൂടി ഒരു എക്സ്റ്റൻഷൻ മേടിക്കാം താൽക്കാലികമായിട്ട്. അങ്ങനെയാണ് അതിൻ്റെ പ്രൊവിഷൻ. ഇത് വിയറ്റ്നാം യുദ്ധകാലത്ത് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു പോകുന്നു. പല പ്രസിഡന്റുമാരുടെ കീഴിലെ യുദ്ധം വർഷങ്ങളായി തുടരുന്നു. ആ ഒരു സ്ഥിതി വന്നപ്പോഴാണ് ഈ നിയമം ഉണ്ടായത്. അങ്ങനെ പ്രസിഡന്റ് ഒരുപാട് കാലത്തേക്കൊന്നും യുദ്ധം ചെയ്യാൻ പാടില്ല, 60 ദിവസം കഴിഞ്ഞാൽ അനുമതി മേടിക്കണം എന്നുള്ള ആ നിയമം വന്നത്. പക്ഷേ ഇങ്ങനെ ഈ പ്രസിഡന്റിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നത് ആ നിയമം തന്നെ ശരിയല്ല എന്നാണ് പ്രസിഡന്റ് ട്രംപ് ഒക്കെ അവകാശപ്പെടുന്നത്. അങ്ങനെ ഈ പ്രസിഡന്റിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നവർക്കൊക്കെ രാജ്യസ്നേഹമില്ല എന്നുകൂടി പ്രസിഡന്റ് പറയുകയുണ്ടായി. അപ്പം ഈ കോൺഗ്രസിൻ്റെ അംഗീകാരമൊന്നും വേണ്ട എന്ന നിലപാടാണ് ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സത്തും കോൺഗ്രസ്സിൽ എടുത്തത്. അപ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനമുണ്ട്. 60 ദിവസത്തിൽ കൂടുതൽ യുദ്ധം ചെയ്യണമെങ്കിൽ കോൺഗ്രസിൻ്റെ അനുമതി വേണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നവരാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലും നല്ലൊരു പങ്ക്. എങ്ങനെയായിരുന്നാലും പ്രസിഡന്റിനെ ചോദ്യം ചെയ്യാനൊന്നും പക്ഷേ അവർക്ക് താല്പര്യമില്ല എന്ന് മാത്രം. എങ്ങനെയായാലും യുദ്ധമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെ. ഈ ഇപ്പം നടക്കുന്നത് ഈ വാർ ഓഫ് ദ നെർവ്സ്, ഈ ഒരുതരം ഞരമ്പ് യുദ്ധം ആണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇറാനിൽ എല്ലാം തകർന്നു. ഇറാനിൽ അവിടെ നേതാക്കന്മാരിൽ അവർ പരസ്പരം തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. നേരെ മറിച്ച് അവർ പറയുന്നത് ഞങ്ങളെല്ലാം അടിച്ചു ശരിപ്പെടുത്തി, ഇതിനകം തന്നെ അടിച്ചു ശരിപ്പെടുത്തി, ഇനിയും ഞങ്ങളുടെ ആവനാഴിയിൽ അമ്പുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു. അമേരിക്ക മുട്ടുകുത്തിക്കും. അമേരിക്കയ്ക്ക് ഇവിടെ ഈ ഭാഗത്തേക്ക് യാതൊരു അവകാശവുമില്ല. ഈ മേഖല തങ്ങളുടെ അധീനത്തിൽ വരും. ഈ രീതിയിലാണ് ഇറാനിൽ നിന്നുള്ള ഈ പ്രസ്താവനകൾ. അപ്പം തീർച്ചയായിട്ടും ഈ സമയത്ത് പ്രസ്താവനകളിൽ ഒട്ടും കുറയ്ക്കേണ്ട കാര്യമില്ലല്ലോ. രണ്ടു കൂട്ടരും പറയുന്നത് വാക്കുകൾക്ക് കടുത്ത മൂർച്ച ഉണ്ടാകുന്ന ഒരു അവസരമാണിത്. എങ്ങനെയായാലും ഇതിനിടയ്ക്ക് നെഗോഷിയേഷൻ, ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ചർച്ചകൾ ഇറാൻ വെച്ച നിർദ്ദേശങ്ങൾ ട്രംപ് തള്ളിക്കളഞ്ഞു. ഇറാൻ വെച്ച നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇറാന് ഈ യുറേനിയം സമ്പുഷ്ടീകരിക്കാനുള്ള അവകാശമുണ്ട്. അത് ഉപയോഗിച്ച് അണുശക്തി നിലയങ്ങൾ, അതായത് ഊർജ്ജ നിലയങ്ങൾ ഉണ്ടാക്കാനുള്ള അവകാശമുണ്ട്. അവർ അണുബോംബൊന്നും ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അത് അമേരിക്ക അംഗീകരിക്കുന്നില്ല. അതുപോലുള്ള ഏതാനും ചില കാര്യങ്ങൾ അമേരിക്ക പിന്മാറിയതിന് ശേഷമേ, ഈ ഹോർമൂസിൽ നിന്ന് പിന്മാറിയ ശേഷം മാത്രമേ ഈ ആണവ യുറേനിയം കാര്യം, ആണവശക്തിയുടെ കാര്യത്തെപ്പറ്റി ചർച്ച തന്നെ നടത്തൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പ്രസിഡന്റ് ട്രംപ് അവയെല്ലാം തള്ളിക്കളഞ്ഞു. അപ്പോൾ ഈ സാഹചര്യത്തിൽ യുദ്ധം ഇങ്ങനെ അനിശ്ചിതമായിട്ടിങ്ങനെ യുദ്ധമില്ല, പക്ഷേ യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുന്നു. ഇപ്പോൾ അമേരിക്കയ്ക്ക് പ്രത്യേകിച്ച് നഷ്ടപ്പെടാനൊന്നുമില്ല. ഇവിടെ ഈ എണ്ണവിലയൊക്കെ ഈ $3 താഴെയായിരുന്ന എണ്ണവില ഇപ്പം 4.5 ആ രീതിയിലാണ് അമേരിക്ക തുടരുന്നത്. 4 എന്നുള്ളത് ന്യൂയോർക്ക് മേഖലയിലാണ്. കാലിഫോർണിയയിലൊക്കെ ഇപ്പം $6-7 കാണുമായിരിക്കും. ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ലോകമെമ്പാടും ഇതിൻ്റെ പ്രത്യാഘാതം ഉണ്ടായിരിക്കുന്നു. ലോകമെമ്പാടും സാമ്പത്തിക നില മാന്ദ്യത്തിലായിരിക്കുന്നു. അതാണിപ്പം ഈ UN സെക്രട്ടറി ജനറൽ ഗുട്ടറസും പറഞ്ഞത്. ഇത് ലോകത്തെ ആഗോള മാന്ദ്യം ഉണ്ടാക്കിയിരിക്കുന്നു ഈ ഒരൊറ്റ പ്രശ്നം മൂലം. ഈ ഹോർമൂസിലൂടെ സുഗമമായ ഗതാഗതം നടക്കാത്തത് മൂലം ലോകരംഗത്ത് തന്നെ പ്രശ്നമായി തീർന്നിരിക്കുന്നു. ലോക എക്കോണമിയെ തന്നെ അത് ബാധിച്ചിരിക്കുന്നു. പക്ഷേ രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലതാനും. ഇനിയിപ്പോൾ അമേരിക്ക ഇത്രയുമായ സാഹചര്യത്തിൽ ഇട്ടെറിഞ്ഞിട്ട് പോരുന്നതും ശരിയല്ല. ഇറാനെ അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോന്നു കഴിഞ്ഞാൽ ഇറാൻ്റെ അധിനിവേശമായിരിക്കും ആ ഭാഗത്തെല്ലാം. ഇസ്രായേൽ എന്നൊരു രാജ്യം തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിന് സാധ്യതയില്ല. കാരണം അവർ സ്വയം നിൽക്കാൻ കെൽപ്പുള്ളവരാണ് എന്നാണ് അവർ പറയുന്നത്. സാധ്യതയുമുണ്ട്. കാരണം അതെല്ലാം നോക്കിയാണല്ലോ അവർ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അവരെ കീഴടക്കി അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. എങ്ങനെയായിരുന്നാലും ഈ ഇറാൻ്റെ ഒരു ഈ അപ്രമാദിത്വം ആ മേഖലയിൽ അനുവദിക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ്. അമേരിക്കയുടെ മിത്രങ്ങളായ രാജ്യങ്ങൾ, ഈ ഖത്തർ മുതൽ സൗദി അറേബ്യ, അതുപോലുള്ള രാജ്യങ്ങൾ
അപ്പോൾ ആ രാജ്യങ്ങളെല്ലാം ഇവരുടെ ആധിപത്യത്തിന് അധിനിവേശത്തിൽ വരുന്ന ഒരു ആധിപത്യത്തിൽ വരുന്ന ഒരു സ്ഥിതി വരും. അപ്പോൾ അതുണ്ടാകാൻ അമേരിക്ക ഏതായാലും ആഗ്രഹിക്കുന്നില്ല. ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ കാണിച്ചൊരു മണ്ടത്തരമുണ്ട്. 20 വർഷം അമേരിക്കൻ സൈന്യം അവിടെ ഉണ്ടായിരുന്നു. ആ രാജ്യം നിയന്ത്രിച്ചുകൊണ്ടിരുന്നത് അമേരിക്കയായിരുന്നു. എന്നിട്ടെന്താ 20 വർഷം കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നപ്പോൾ താലിബാൻ വീണ്ടും അധികാരം പിടിച്ചെടുത്തു. അപ്പം അന്ന് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞത് എപ്പോഴാണെങ്കിലും താലിബാൻ തിരിച്ചു വരുമെന്നാണ്. താലിബാനെ പോലെ ഒരു മനുഷ്യത്വ വിരുദ്ധമായ ഒരു സംഘടന വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് എത്രയോ ഖേദകരമായ ഒരു കാര്യമാണ്. ഒരു സാമാന്യ ഈ ആധുനിക സംസ്കാരത്തിനോ ആധുനിക ചിന്താഗതിക്കോ പറ്റാത്ത ഒരു ഭരണകൂടം, ഒരു തത്വചിന്ത അധികാരത്തിൽ വരുന്നു. അപ്പോൾ ഈ ഇറാനിലും അതൊക്കെ തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്, മതഭരണകൂടം. അപ്പോൾ അത് അമേരിക്ക പിൻവാങ്ങിയാൽ, അമേരിക്ക അഴിഞ്ഞു കൊടുത്താൽ ആ മതഭീകരത വീണ്ടും അതിശക്തമായിട്ട് തുടരും. അവിടുത്തെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത, അവിടുത്തെ മനുഷ്യരിത് അർഹിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ ഈ ഭരണകൂടം അവർക്കുണ്ടാവുന്നത്. എങ്ങനെയായാലും അത് ലോകത്തിനെങ്ങും ദോഷകരമായിരിക്കും. ലോകത്തേക്കൊക്കെ ഈ ഭീകരപ്രവർത്തകരെയൊക്കെ കയറ്റിവിടുന്ന ഒരു സംവിധാനം. എന്തായാലും അവിടെ ഒരു വിട്ടുവീഴ്ച അല്ലെങ്കിൽ ഒരു പിന്നോക്കം പോക്ക് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പം ഒരു ഒത്തുതീർപ്പാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഒത്തുതീർപ്പ് രണ്ടു കൂട്ടർക്കും ലോകമെങ്ങും നല്ലൊരു കാര്യമായിരിക്കും. അതേസമയം തന്നെ ഈ ഒത്തുതീർപ്പ് വരുമ്പോൾ ഹൊർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം ഞങ്ങളങ്ങ് ഏറ്റെടുത്തേക്കാവുന്ന ഇറാൻ പറഞ്ഞാൽ അതെന്തായാലും അംഗീകരിച്ചു കൊടുത്താൽ ലോകം മുഴുവൻ അതിൻ്റെ പ്രശ്നമായിരിക്കും. എന്നും അവരുടെ കസ്റ്റഡിയിൽ അത് ഒരു പൊതു ജലപാതയാണ്. അത് അവർക്ക് അവകാശപ്പെടാനുള്ള യാതൊരു ന്യായവുമില്ല, യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആഗോള രംഗത്ത് തന്നെ ഈ ആർക്കെങ്കിലും ഇങ്ങനെയുള്ളൊരു ചെറിയ രാജ്യത്തിന് മുട്ടുമടക്കുക എന്നുള്ള ഒരു അവസ്ഥയാവും വരുന്നത്. അവർക്ക് എന്ന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിയന്ത്രണങ്ങൾ കൊണ്ടുവരാവുന്നുള്ളൊരു സ്ഥിതിയായിരിക്കും വരുന്നത്. അപ്പോൾ ഏതായാലും അതൊന്നും ഉണ്ടാവില്ല. ഈ വാർ ഓഫ് ദ നെഹ്റൂസ്, ഈ ഞരമ്പ് യുദ്ധം കുറച്ച് നാളുകൂടെ തുടരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടിയിരിക്കുന്നത്. അമേരിക്ക ഇപ്പം 6 മാസത്തിനകം ഇവിടെ ഇടക്കാല തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു തിരക്കുമില്ല തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ. തനിക്ക് ഒരു തിരക്കുമില്ല. തെരഞ്ഞെടുപ്പിനെ പേടിച്ച് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ തനിക്ക് യാതൊരു ധൃതിയുമില്ല എന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കാം സ്ഥിതിയും. എങ്ങനെയായിരുന്നാലും ഇപ്പോൾ ഇറാനിൽ 2 മാസത്തോളമായി ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യരെങ്ങനെയാണ് ജീവിക്കാമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ്. ഈ ഫോണില്ല, അല്ലെങ്കിൽ ഫോണില്ലാതിരുന്നൊരു കാലം, അത് നമുക്ക് നമ്മുടെയൊക്കെ കാലത്ത് ഫോണുണ്ടായിരുന്നു. ഇൻ്റർനെറ്റൊക്കെ പിന്നീടാണ് വരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇൻ്റർനെറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു. അതൊക്കെ ഇല്ലാത്ത ഒരു രാജ്യമായിട്ടത് മാറിയിരിക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പിന്നോക്കം പോയിരിക്കുന്നു ആ രാജ്യം. അപ്പോൾ അവരും വിട്ടുവീഴ്ചയ്ക്കും സൗമനസ്യത്തിലും വരേണ്ട ഒരു സമയമാണിത്. കാരണം അവിടെ മൊത്തത്തിലൊരു അഴിച്ചുപണി ഇതുവരെ അമേരിക്ക ചെയ്തിട്ടില്ല. ആ തലപ്പത്തുള്ള കുറച്ച് നേതാക്കന്മാരില്ലാതായി എന്നതൊഴിച്ചാൽ മറ്റ് കാതലായ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല, അഫ്ഗാനിലൊക്കെ സംഭവിച്ചതുപോലെ. എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാവും. ഈ എണ്ണവിലയും ഒക്കെ കുറയും, സാമ്പത്തിക രംഗമൊക്കെ മെച്ചപ്പെടും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.